ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പാൽ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ പാൽ കേക്കിൻ്റെ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പാൽ കേക്കാണിത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് തയ്യാറാക്കാമെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് പാൽ കേക്കിന് വേണ്ട മാവ് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഇനി ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂണ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ 3 ടേബിൾ സ്പൂണ് 1.5 കപ്പ് ഫ്ലോർ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതിലേക്കൊരു കറക്റ്റ് മധുരമാണ്. ഇനി കൂടുതൽ മധുരം വേണ്ടവർക്ക് 1/2 ടേബിൾ സ്പൂണും കൂടെ എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് പൊടി എടുത്തതിൽ 1 കപ്പ് ആട്ടപ്പൊടിയും 1/2 കപ്പ് മൈദയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂണ് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്കൊരു 2 ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നെയ്യിന് പകരമായിട്ട് വേണമെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണ് ബട്ടർ ഉരുക്കിയിട്ട് ചേർത്ത് കൊടുത്താലും മതി. ബട്ടർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓയിൽ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. പക്ഷേ നെയ്യ് ചേർത്ത് കൊടുക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ പഞ്ചസാര ഒന്ന് അലിഞ്ഞ് കിട്ടിയാൽ മതി, അല്ലാതെ കൂടുതൽ മുട്ട ബീറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു കേക്കിന്. അപ്പോൾ പൊടിച്ച പഞ്ചസാര ആകുമ്പോൾ പെട്ടെന്ന് തന്നെ അലിഞ്ഞ് കിട്ടും. പൊടിക്കാത്ത പഞ്ചസാര ആണെങ്കിൽ കുറച്ച് കൂടുതൽ സമയം വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കേണ്ടി വരും. ഇപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഇതിൽ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള 1 കപ്പ് ആട്ടപ്പൊടിയും 1/2 കപ്പ് മൈദയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആദ്യം ഇതുപോലെ കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിന് പാലൊഴിച്ചിട്ട് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഞാനൊരു 1/4 കപ്പ് പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് കുഴച്ച് നോക്കാം. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതിൽ ഗോതമ്പ് പൊടിയും കൂടെ കൂടിയതുകൊണ്ട് അത്യാവശ്യം വെള്ളം വലിച്ചെടുക്കും ഗോതമ്പ് പൊടി. മൈദയാണെങ്കിൽ ഇത്രയ്ക്ക് പാലിൻ്റെ ആവശ്യം വരില്ല. അപ്പോൾ ഞാൻ പിന്നെ ഒരു 2 ടേബിൾ സ്പൂണും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക. ഇപ്പോൾ ഞാനിവിടെ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കുഴച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാൽ കേക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുള്ളൂ. ഇതൊന്ന് അടച്ച് വെക്കാം. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഷുഗർ സിറപ്പ് തയ്യാറാക്കുന്ന ആ ഒരു നേരം ഇത് മാറ്റി വെക്കാം. അപ്പോൾ ഞാനിവിടെ ഷുഗർ സിറപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ സമയം നമുക്ക് ഇത് പൊരിച്ചെടുക്കാൻ വേണ്ട ഓയിലും കൂടെ അപ്പുറത്തെ സ്റ്റൗവിൽ ചൂടാവാനായിട്ട് വെക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ട് വെച്ചാൽ മതി. അപ്പോഴേക്കും നമ്മൾ പരത്തിയെടുക്കുന്ന സമയമാകുമ്പോഴേക്കും ഓയിലും ചൂടായിക്കോളും. ഇനി നമുക്ക് മാവ് എടുത്തിട്ട് കൗണ്ടർ ടോപ്പിൽ അല്പം പൊടി തൂവി കൊടുത്തതിന് ശേഷം പരത്തിയെടുക്കാം. അപ്പോൾ ഞാനൊരു 1/4 ഇഞ്ച് കനത്തിലാണ് പരത്തിയെടുക്കുന്നത്. ഒരുപാട് കട്ടിയിൽ പരത്തിയെടുത്താൽ പിന്നെ നമുക്കിത് വെന്ത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇതുപോലെ റോളർ വെച്ചിട്ട് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ അങ്ങ് പരത്തിയെടുക്കുകയാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ നല്ലൊരു ഷേപ്പും കിട്ടും. ഇതുപോലെ കൈവച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഈ ഒരു ഷേപ്പാക്കി എടുത്താൽ മതി. ഇനി നമുക്കിത് നീളത്തിൽ പാൽ കേക്കിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തെടുത്ത ശേഷം പിന്നെ ലാസ്റ്റ് സൈഡിൽ വരുന്ന പീസൊക്കെ ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് ഒന്നങ്ങ് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ പരത്തിയെടുത്തിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ചെയ്യും. അപ്പോൾ നമ്മൾ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്ന ഷുഗറൊക്കെ ഇപ്പോൾ ഇവിടെ മെൽറ്റായി ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായ ഓയിലിലേക്ക് പാൽ കേക്ക് ഇട്ടിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് പൊരിച്ചെടുക്കാൻ. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പുറം ഭാഗമൊക്കെ ബ്രൗൺ കളറായി വരും ചെയ്യും, അകത്ത് വെന്ത് വരികയും ചെയ്യില്ല. അപ്പോൾ ഉൾവശം വേവണം എന്നുണ്ടെങ്കിൽ സാവധാനം പൊരിച്ചെടുക്കണം. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ
അപ്പോൾ നമ്മളിത് പൊരിച്ച് കഴിഞ്ഞാൽ ചൂടുള്ള ഷുഗർ സിറപ്പിലേക്ക് വേണം ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഷുഗർ സിറപ്പ് ഞാൻ ചൂടാറാതിരിക്കാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ അപ്പുറത്ത് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാൽ കേക്ക് ഇതാ റെഡി ആയിട്ടുണ്ട്. രണ്ട് സൈഡും നല്ലൊരു കളറായി വന്നിട്ടുണ്ട്. ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഞാനിത് പൊരിച്ചെടുത്തത്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇനി നമുക്കിത് നല്ല ചൂടുള്ള ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് മുങ്ങാനുള്ള ഷുഗർ സിറപ്പ് ഇല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഫ്ലെയിം ഓഫ് ആക്കിയിട്ടാലും നല്ല ചൂടുണ്ടാവുമല്ലോ ഈ ഷുഗർ സിറപ്പ്. അപ്പോൾ അതിൽ കുറച്ച് നേരം കിടക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിക്കോളും. അപ്പോൾ ഇനി നമുക്ക് ഒരു ബാച്ചും കൂടെ പൊരിച്ചെടുക്കാനുണ്ട്. അത് പൊരിച്ചെടുക്കുന്ന സമയം വരെ ഇത് ഷുഗർ സിറപ്പിൽ കിടക്കട്ടെ. അപ്പോഴേക്കും നന്നായിട്ട് ഉള്ളിലേക്കൊക്കെ ഷുഗർ സിറപ്പ് കയറിക്കോളും. ഇനി പാൽ കേക്ക് കൂടുതൽ സോഫ്റ്റ് ആവണം എന്നുണ്ടെങ്കിൽ ഒരു കാര്യം കൂടെ ചെയ്യാം. ഈ പാൽ കേക്ക് ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് വെച്ചിട്ട് ആ ചൂടോട് കൂടി തന്നെ ഒന്ന് അടച്ചു വെക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ആവി ഉള്ളിലിരുന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് സോഫ്റ്റായി കിട്ടും. ഇനി ഇത് നമുക്ക് ഷുഗർ സിറപ്പിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ അടുത്ത ബാച്ച് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും മാവിൽ നിന്ന് ഈ ഒരു വലിപ്പത്തിലുള്ള ഒരു 13 പാൽ കേക്കാണ് ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പാൽ കേക്കിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.